ഉഡീഷ തീരത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ ഒരു ചരക്ക് കപ്പൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വാർത്ത. തീരത്ത് നിന്ന് 240 നോട്ടിക്കൽ മൈൽ അകലെ പനാമ പതാകേന്ത്യ ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖത്ത് നിന്ന് ഇരുമ്പയിരുമായി പുറപ്പെട്ട MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലിൽ 20 ചൈനീസ് പൗരന്മാരടക്കം 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 2 പേരെ രക്ഷപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് എന്താണ് രക്ഷാപ്രവർത്തനം, എങ്ങനെ പുരോഗമിക്കുന്നു? അതിൽ ഇന്ത്യക്കാരെ ആരെങ്കിലും ഉണ്ടോ? മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? രാജേഷ്, അഖില, ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം ഈ രക്ഷാപ്രവർത്തനത്തിൽ 2 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. അത് ഒന്നുകിൽ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നേവിയുടെ ഭാഗത്തുനിന്നോ അത്തരത്തിൽ പുതിയ വിവരങ്ങൾ ഈ ജീവനക്കാരുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. കപ്പലിൽ മറ്റ് ഇന്ത്യൻ പൗരന്മാരൊന്നുമില്ല. 24 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 20 പേർ ചൈനീസ് പൗരന്മാരാണ്, 3 പേർ മ്യാൻമാർ, ഒപ്പം ഒരു ബംഗ്ലാദേശി പൗരനും ഉൾപ്പെടെ 24 പേരാണ് ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ടതാണ് കപ്പൽ. അത് ഒഡീഷ്യൻ തീരത്ത് നിന്ന് ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടമുണ്ടായത്. ആദ്യം കപ്പലിലേക്കുള്ള സിഗ്നൽ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. പിന്നീട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ചരക്ക് കപ്പൽ തീരത്ത് നിന്ന് ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെ ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി എന്ന വിവരം പുറത്തു വരുന്നത്. ഉടൻ തന്നെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. അത്തരത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ 2 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഒഡീഷയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയിരുന്ന പനാമ പതാക വഹിച്ചിരുന്ന കപ്പലാണ് മുങ്ങിയിട്ടുള്ളത്. പാരാദ്വീപിൽ നിന്ന് ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ആ മേഖലയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം എന്താണ് കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാൻ അല്ലെങ്കിൽ മുങ്ങാൻ കാരണം എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്.